സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രതികളുടെ മൊഴി അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ കേസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പോരായ്മയെ സംബന്ധിച്ചായിരുന്നു. സ്വർണം വെട്ടിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരായി അൻവർ സംസാരിച്ചത് ഇത്തരത്തിലുള്ള പ്രതികളെ മുൻനിർത്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാധ്യമങ്ങളിൽ അവരെ കൊണ്ടുവന്നിട്ട് തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉപജാപക സംഘത്തിന്റെ കൈകളിൽ പെട്ടു എന്ന്, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും അൻവർ ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻവർ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിക്ക് അനുകൂലമാണ് ഞാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ഇതിന് ശേഷവും ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പരസ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ വളരെ വേഗം മാറുകയാണ്. എന്നിട്ട് ഉപജാപക സംഘത്തിന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവി സംബന്ധിച്ച് പ്രവചിച്ച വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മലയാള മനോരമയുടെ മാമ മാപ്പിള. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുകയായിരിക്കും ഇതിനേക്കാൾ ഭേദമെന്നാണ്. എന്നിട്ട് എത്രയോ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. എ കെ ആന്റണി പറഞ്ഞത് അന്ന് 100 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നായിരുന്നു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഒരുപാട് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണയുള്ള കാഴ്ച ഒരു ടേം UDF, ഒരു ടേം LDF, വീണ്ടും LDF, UDF അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 92 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 99 സീറ്റ് നേടിക്കൊണ്ടാണ് ജനങ്ങളുടെ വിധിയെഴുത്ത് ഉണ്ടായത്. അന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ 5-8ഓളം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ശൃംഖലയാളാകെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 സീറ്റിൽ ഭൂരിപക്ഷമുണ്ട് അസംബ്ലിയിലെന്ന കാഴ്ചപ്പാടോടുകൂടി അടുത്ത മുഖ്യമന്ത്രി ആരാവണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് ആരായിരിക്കണം എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ജനങ്ങൾ ഈ പ്രചരണ കോലാഹലങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 99 സീറ്റ് നൽകി പിണറായി വിജയൻ സർക്കാരിനെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി ഭരണം ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. ആ ഗവൺമെന്റിനെതിരായി ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് അവർ തീരുമാനിച്ചത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഇനി കേരളത്തിൽ അനുവദിക്കില്ല എന്നതാണ്. UDFന്റെ പ്രഖ്യാപിത നയം അതായിരുന്നു. അവർ സംഘടനാപരമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. രണ്ടാം പിണറായി ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന ഏതെങ്കിലും സാഹചര്യം വന്നാൽ പിന്നെ മൂന്നാമത്തെ ടേമിനെ സംബന്ധിച്ചല്ലാണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന പരസ്യമായ നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്.